ഹായ് ഫ്രണ്ട്സ്, ലാൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് മാങ്ങാപ്പറിക്കൽ വിശേഷങ്ങളും അതുപോലെ ഒരു ആന്ധ്ര അച്ചാറിൻ്റെ റെസിപ്പിയുമാണ് കാണിക്കുന്നത്. മണിയണ്ണ തൻ്റെ വീടിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് മാങ്ങ പറിക്കുമായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ പഴുപ്പിക്കാനുള്ള മാങ്ങയാണ്. പഴുപ്പിക്കാനുള്ള മാങ്ങ നമ്മൾ അങ്ങനെ താഴെ ഇട്ട് കഴിഞ്ഞാൽ അത് കൊള്ളൂല. അതിന് വേണ്ടി അതെല്ലാം വീടിൻ്റെ മണ്ടയ്ക്ക് കയറിപ്പിച്ച് ബാക്കിയുള്ളതൊക്കെ താഴെ നിന്നും പറിച്ചു. ഈ ചാക്കിലിരിക്കുന്നതെല്ലാം നമുക്ക് വീടിൻ്റെ മുകളിൽ കയറി നിന്ന് പറിച്ച മാങ്ങയും മുറത്തിലിരിക്കുന്നത് താഴെ വീണ മാങ്ങയുമാണേ. ഇത് നമ്മൾ കുറേയൊക്കെ നമ്മുടെ അയൽപ്പക്കത്തെല്ലാം കൊടുത്തു. അതിനുശേഷം ബാക്കി കുറേയേറെ എടുത്ത് നമ്മൾ അച്ചാറിടും. കാരണം ഈ ഒരു അച്ചാറിട്ടാൽ നമുക്ക് ഒരു വർഷം ഫുള്ള് നിൽക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പഴുപ്പിക്കാനും ഒക്കെ വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ അച്ചാറിടാനായിട്ടെടുത്തേ. പിന്നെ ദാണ്ട നമ്മൾ മാങ്ങ എല്ലാം കഴുകിയെടുക്കുമായിരുന്നേ. കഴുകുന്ന വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടാണ് മാങ്ങ കഴുകിയെടുത്ത്. എന്തെങ്കിലും വിഷാംശങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചാണ്. നമ്മുടെ വീട്ടിൽ തന്നെയാണ്, ഒന്നും കാണാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് അങ്ങനെ ഓരോ മാങ്ങയും എടുത്ത് കഴുകിയെടുത്തേ. എന്നിട്ട് മാങ്ങ എല്ലാം കഴുകിയെടുത്തിട്ട് വന്ന് ദാണ്ട മണിയെണ്ണ അതിനെല്ലാം തുടച്ചെടുക്കുമായിരുന്നേ. ഓരോ മാങ്ങയും അങ്ങനെ എടുത്ത് വൃത്തിയായിട്ട് നല്ല വൃത്തിയുള്ള തുണി വെച്ച് തുടച്ചെടുക്കണം. കാരണം ഇതിനകത്തൊരു ഇച്ചിരി വെള്ളത്തിൻ്റെ അംശം പോലും നിന്ന് കഴിഞ്ഞാൽ അച്ചാർ ചീത്തയാകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ആ മാങ്ങയെല്ലാം തുടച്ചിട്ട് ഫാൻ്റെ കാറ്റ് കൊള്ളിക്കുമായിരുന്നേ. മുറത്തിലിങ്ങനെ നിരത്തി വെച്ചൊന്ന് കാറ്റൊക്കെ കൊള്ളിച്ച് അതിന് ശേഷം അതിങ്ങനെ അരിഞ്ഞെടുത്തു. മാങ്ങ അത്യാവശ്യം ഒന്ന് വിളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും വേണ്ട, അച്ചാറിന് ഇത്രയും വിളയണ്ടായിരുന്നു. കാരണം നമുക്ക് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് മാങ്ങ പിച്ചാനായിട്ട് താമസിച്ചു പോയി. അതുകൊണ്ടാണ് ഇത്രയും വിളഞ്ഞത്. പിന്നെ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു. ഏകദേശം 4-5 കിലോ മാങ്ങ ഉണ്ടായിരുന്നു അരിഞ്ഞെടുത്തുകൊണ്ട് വന്ന മാങ്ങ. ഇനി നമുക്കതിനെ ഒന്ന് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 400 ഗ്രാം മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ നല്ലെണ്ണ, നമ്മൾ അച്ചാറിടുന്ന നല്ലെണ്ണ ഉണ്ടല്ലോ, 100 ഗ്രാം കടുക്, ഒരു 50 ഗ്രാം ഉലുവാപ്പൊടി, പിന്നെ ഒരു 50 ഗ്രാമോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ കയ്യിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് അത് ഓരോന്നൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുവേണ്ടി കടുക് താണ്ടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. 100 ഗ്രാം കടുകുണ്ട്. കടുക് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. കാരണം തോനെ ചൂടായി കഴിഞ്ഞാൽ കടുക് പൊട്ടിപ്പോവും. പിന്നെ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കടുക് മാറ്റി വെക്കാം. പിന്നെ അതിലേക്ക് തന്നെ ആ പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ ഉലുവായും ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ചൂടാക്കാം. ഉലുവ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ചൂടായി വരണം. ഉലുവ തന്നെ ഈ ഒരു സ്റ്റേജ് വരേക്കും നല്ല വൃത്തിയായിട്ട് കളർ മാറി വരണം. എന്നിട്ട് നമുക്ക് ഉലുവയും മാറ്റാം. പിന്നെ വേറൊരു പാത്രം വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ എണ്ണ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ടെടുത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തിളയ്ക്കേണ്ട എണ്ണ, എന്നാലും നല്ല വൃത്തിയായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ആ എണ്ണയും അടുപ്പിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. പിന്നെ നമുക്ക് നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കടുക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഉലുവ നല്ല വൃത്തിയായിട്ട് പൊടിച്ചെടുക്കണം. ഉലുവ പൊടിച്ചെടുക്കുന്ന ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. പിന്നെ നമുക്ക് മാങ്ങ താണ്ടെ അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉലുവ അത്യാവശ്യം നല്ലോണം നമ്മൾ പൊടിക്കത്തില്ലേ, അതുപോലെ തന്നെ പൊടിയണം. ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കടുക് 100 ഗ്രാമും ഉലുവ 50 ഗ്രാമുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉപ്പ് നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ച കൂട്ടത്തിൽ കാണിച്ചിട്ടില്ലായിരുന്നു. ഉപ്പിനൊരു അളവ് പറയാനില്ല, നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് എടുക്കണം. ആന്ധ്ര അച്ചാറിന് ഉപ്പിൻ്റെ അളവ് എപ്പോഴും ഇച്ചിരി കൂടി നിൽക്കുന്നതാണ് നല്ലത് കേട്ടോ. അതിലേക്ക് പിന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 50 ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരുന്നത് കൊണ്ടാണ് പേസ്റ്റ് ആക്കുന്നത് കാണിക്കാഞ്ഞത്. എൻ്റെ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ ആക്കുന്നതെന്ന്. പിന്നെ നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ ആരോഗ്യം അത്ര പോരാത്തത് കൊണ്ട് മണിയണ്ണനാണ് കേട്ടോ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്തത്. കാരണം നല്ല ബലം വേണം. ഒരു 5 കിലോ മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ അണ്ണം വന്നിട്ട് അത് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് തന്നേ.
ഞങ്ങൾ ചെന്നൈയിലായിരിക്കുമ്പോൾ അവിടുത്തെ ഒരു അമ്മയാണ് എനിക്ക് ഈ അച്ചാർ ആദ്യമായിട്ട് തന്നത്. നല്ല അപാര ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന്. അതുപോലെ എത്ര നാൾ വേണേലും കേട് കൂടാതിരിക്കുകയും ചെയ്യും. ആ അമ്മ തന്നെയാണ് എനിക്കിതിൻ്റെ റെസിപ്പിയും പറഞ്ഞു തന്നത്. അന്ന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ദാണ്ട ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത്. ആ മിക്സ് ചെയ്ത് വെച്ച ആ പാത്രത്തിൽ തന്നെ അടച്ച് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞുള്ളതാണിത്. നമ്മൾ ആ ഒഴിച്ച എണ്ണയെല്ലാം അതിലേക്ക് ഇറങ്ങി നല്ല വൃത്തിയായിട്ട് ആ അച്ചാറിൻ്റെ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഇപ്പം. ഇനി നമ്മളിതിനെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും നമ്മളത് എടുക്കുന്നത് പോലൊക്കെ ഇരിക്കും. നമ്മളെല്ലാ വർഷവും ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇട്ട് വെക്കുന്നത്. അതിലേക്ക് മണിയണ്ണൻ തന്നെയാണ് കോരിയിടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് മണിയണ്ണനാണേ. ഇത് നമ്മൾ ഇതിനകത്തേക്ക് നനഞ്ഞ സ്പൂണുകളും കാര്യങ്ങളും ഒന്നും ഇടാതിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും അതങ്ങനെ ഇരുന്നോളും. പിന്നെ നമ്മൾ അന്നേരം ഒരു എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ എണ്ണ ദാണ്ട് ഇതിൻ്റെ ഒന്നിങ്ങനെ ഏറ് കളയണം. കാരണം അതിൻ്റെ ഇടയിലൊന്നും ഏറ് നിൽക്കാതെ ഇങ്ങനെ ഒന്ന് ഏറ് കളഞ്ഞതിന് ശേഷം ആ എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പൂപ്പൽ മേളി വരാതിരിക്കാനാണ്. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ താഴെ ആ ഒഴിച്ചേക്കുന്ന എണ്ണകളെല്ലാം മേലോട്ട് തെളിഞ്ഞു വരും. എന്നാലും ആ 2 ദിവസത്തേക്ക് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ലേശം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി മുകളിൽ. പിന്നെ അതൊന്ന് ആ എണ്ണ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ പാത്രം ഒന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ അടച്ച് വെച്ച് നമുക്കത് സൂക്ഷിക്കാം. ഇപ്പം ദാണ്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ആ കുപ്പി അങ്ങോട്ട് അടച്ച് വെക്കുവാണേ. ഇനി ഇത് എത്ര നാൾ വേണേലും ഈ അച്ചാർ ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. ഒരു കാരണവശാലും നനഞ്ഞ സ്പൂണ് ഇതിനകത്തിടരുത്. പിന്നെ ഈ പാത്രത്തിൽ നിന്ന് കുറേശ്ശെ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. ഇതിനൊരു 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് എത്താം. ടാറ്റാ ബൈ ബൈ ഫ്രം രാധിക മണിയൻ.